ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 37-ാമത്തെ ആയത്ത്. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. അനന്തരം ആദം തൻ്റെ നാഥനിൽ നിന്ന് വചനങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അല്ലാഹു അദ്ദേഹത്തിന് പാപമോചനം നൽകി. അവൻ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവനും കരുണാനിധിയും. فتلقى آدم من ربه كلمات فتاب عليه. فتلقى എന്ന് നമുക്ക് വേണമെങ്കിൽ നീട്ടാവുന്നതാണ്. മിൻ റബ്ബിഹി എന്നത് മിർ റബ്ബിഹി എന്ന റായിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതിയത്. കലിമാത്തിൻ ഫതബ, കലിമാത്തിൻ എന്നത് കലിമാത്തിൻ എന്ന് ഇഖ്ഫ ചെയ്തിട്ടാണ് ഓതിയത്. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇന്ന നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്തുകൊണ്ട് ഓതുക. അള്ളാഹുവിൻ്റെ ആദ്യത്തെ വിലക്ക് ലംഘിച്ചപ്പോൾ ആദം ആദ്യത്തെ തെറ്റ് ചെയ്തു. അതുവഴി അദ്ദേഹവും ഇണയും സ്വർഗത്തിൽ നിന്ന് പുറത്തായി. തെറ്റ് ചെയ്തു, അതിനുള്ള സ്വാഭാവികമായ ശിക്ഷയും ലഭിച്ചു. ഇനിയെന്ത്? ചെയ്ത തെറ്റിൽ നിന്ന് സ്വന്തത്തെ മുക്തമാക്കണം. അതിനെന്താണ് മാർഗം? തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം പശ്ചാത്താപമാണെന്നാണ് പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത്. ആദി മാതാപിതാക്കളുടെ മുമ്പിലുമുള്ള മാർഗം പശ്ചാത്താപത്തിൻ്റേത് തന്നെയാണ്. ആദി പിതാവിൻ്റെ പാപം മൂലം മനുഷ്യരെല്ലാം പാപികളായി തീർന്നുവെന്ന് പൗലോസ് ശ്ലീഹായുടെ ആദിപാപ സിദ്ധാന്തം ഖുർആൻ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ അടിത്തറയെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് ആദമിൻ്റെ ചരിത്ര കഥനം ഖുർആൻ നിർവഹിക്കുന്നത്. ആദ്യത്തെ ദൈവിക വിലക്ക് ആദം ലംഘിച്ചുവെന്നത് ശരിയാണ്. അത് അദ്ദേഹം ചെയ്ത തെറ്റാണ്. അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രം ബാധ്യതയാണ്. ആദിമനുഷ്യന്റെ അനുസരണക്കേട് വഴി മനുഷ്യരെ മുഴുവൻ പാപികളാക്കി തീർക്കുന്നവനല്ല കരുണാനിധിയായ നാഥൻ. അനുസരിക്കാനും ലംഘിക്കുവാനും കഴിവ് നൽകി മനുഷ്യനെ സൃഷ്ടിച്ചവൻ തന്നെ അഥവാ വിലക്കുകൾ ലംഘിക്കപ്പെട്ടാൽ എന്താണ് പ്രായശ്ചിത്തമെന്നും മനുഷ്യനെ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രസ്തുത പാഠമാണ് ഈ വചനത്തിന്റെ പ്രമേയം. പാപങ്ങൾക്കുള്ള പരിഹാരം പശ്ചാത്താപമാണ്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയല്ലോ എന്ന ദുഃഖത്തിൽ നിന്നുണ്ടാവുന്നതാണ് പശ്ചാത്താപം. ഇനി ആ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന ദൃഢബോധ്യത്തിൽ നിന്നാണ് അത് നിർഗളിക്കുന്നത്. എങ്ങനെ പശ്ചാത്തപിക്കണം? ആദ്യ പിതാവിനെ അതും പഠിപ്പിക്കുന്നത് പരമകാരുണികനായ അള്ളാഹുവാണ്. അനന്തരം ആദം തന്റെ നാഥനിൽ നിന്ന് വചനങ്ങൾ സ്വീകരിച്ചു. ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന 37-ാം വചനത്തിന്റെ തുടക്കം 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പശ്ചാത്താപ വചനങ്ങൾ ആദമിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നാഥൻ തന്നെയാണെന്നതാണ് ഒന്നാമത്തേത്. പടച്ചവന്റെ കാരുണ്യവും മനുഷ്യരോടുള്ള സ്നേഹവും ദയാവായ്പും എല്ലാം വ്യക്തമാക്കുന്നതാണിത്. അനുസരണക്കേട് നിമിത്തം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദി മാതാപിതാക്കളെ പാപത്തിൽ കഴിയാൻ വിടുകയല്ല അള്ളാഹു ചെയ്തത്. പ്രത്യുത പാപക്കുഴിയിൽ നിന്ന് കരകയറാനുള്ള മാർഗനിർദ്ദേശം നൽകുകയാണ്. പശ്ചാത്താപമാണ് പാപപരിഹാരമെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, എങ്ങനെ പശ്ചാത്തപിക്കണമെന്നോ പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തു വാത്സല്യനിധിയായ നാഥൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 7-ാം അധ്യായം 32-ാം വചനം എന്നായിരുന്നു അവരുടെ പശ്ചാത്താപ വചനങ്ങൾ എന്ന് സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്. ഈ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആദി മാതാപിതാക്കളെ പാപം കഴുകിക്കളയാൻ സഹായിക്കുകയാണ് പരമകാരുണികൻ ചെയ്യുന്നത്. എത്ര വലിയ പാപിയാണെങ്കിലും തന്റെ കൈ പിടിക്കാൻ സന്നദ്ധതയുള്ളവനാണ് തന്റെ നാഥൻ എന്ന സത്യം ദാസന് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. പ്രസ്തുത ആശ്വാസമാണ് ആദമിന്റെ പശ്ചാത്താപത്തെക്കുറിച്ച ഖുർആനിക വിവരണം അനുവാചകർക്ക് നൽകുന്നത്. ഫതലക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുടക്കം 2 കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്നു.
ഒന്നാമത്തേത് കർമ്മത്തിന്റെ ധൃതിയാണ്. തെറ്റ് ബോധ്യപ്പെട്ട ഉടനെ തന്നെ ആദമും ഇണയും പശ്ചാത്തപിച്ചുവെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുന്നു. മനുഷ്യ സഹജമാണ് തെറ്റുകൾ. തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നവനാകണം വിശ്വാസി എന്ന സന്ദേശം ഈ പ്രയോഗത്തിലുണ്ട്. ഫതാബ എന്നാണ് അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അടുത്ത ഖണ്ഡത്തിന്റെ തുടക്കത്തിലുമുള്ളത്. പശ്ചാത്തപിച്ചപ്പോൾ തന്നെ നാഥൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തുവെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണിത്. ആദം ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാനായി സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ച് കാൽവരിയിൽ ബലിയായി തീർന്നുവെന്ന സിദ്ധാന്തത്തെ അതിന്റെ അടിത്തറയിൽ തന്നെ ഖുർആൻ നിഷേധിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആദം ചെയ്ത പാപത്തിന് ആദം തന്നെ പരിഹാരമുണ്ടാക്കി. പശ്ചാത്താപമാണ് ആ പരിഹാരം. കരുണാവാരിധിയായ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുകയും ചെയ്തു. ഇതേപോലെ തന്നെയാകണം മനുഷ്യരെല്ലാം. അബദ്ധത്തിൽ തെറ്റ് ചെയ്തു പോയാൽ, പശ്ചാത്താപ വിവശരായി പടച്ചവന്റെ മുന്നിൽ കരയാൻ സന്നദ്ധമായാൽ അവൻ ഉടനെ തന്നെ അവർക്ക് പുറത്തു കൊടുക്കും. തലക്ക എന്ന പ്രയോഗം സന്തോഷപ്രദമായ സ്വീകരണത്തെയാണ് കുറിക്കുന്നത്. മലക്കുകൾ സത്യവിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനാണ് സൂറത്തുൽ അംബിയായിൽ തലക്കാഹും എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. 21 അധ്യായം 103 വചനം. പശ്ചാത്താപ വചനങ്ങൾ ആദം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചത് അതീവ സന്തോഷത്തോടെയായിരുന്നുവെന്ന് തുടക്കത്തിലെ തലക്ക പ്രയോഗം വ്യക്തമാക്കുന്നു. അബദ്ധത്തിൽ തെറ്റു ചെയ്തു പോയ വിശ്വാസിയുടെ മനസ്സിൽ ദുഃഖം തളം കെട്ടുമെന്നും അതിനുള്ള പരിഹാരം ലഭിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാകുമെന്നുമാണ് ഈ പ്രയോഗത്തിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന ആശയം. മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ തിന്മയെയും അതിനുശേഷമുള്ള പശ്ചാത്താപത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വചനം അവസാനിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ 2 നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അവൻ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവനും കരുണാനിധിയും. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. പശ്ചാത്താപം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അത്തവ്വാബ് എന്ന ദൈവനാമത്തെയാണ്. താ വാവ് ബ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ താബയുടെ കർത്തൃനാമമാണ് തവ്വാബ്. താബ എന്നാൽ മടങ്ങുക എന്നാണ് അർത്ഥം. മടങ്ങുന്നവരെ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നവൻ എന്ന് തവ്വാബിന് അർത്ഥം പറയാം. നൈരന്തര്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ നാമം. പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നതിന് പകരം പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന് അർത്ഥം പറയുന്നത് അതുകൊണ്ടാണ്. തെറ്റുകൾ തിരിച്ചറിയുകയും അവ ചെയ്തതിൽ ദുഃഖിക്കുകയും അവ ആവർത്തിക്കരുതെന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കലാണ് തൗബ. അങ്ങനെ മാപ്പപേക്ഷിക്കുന്നവരെ കളങ്കമില്ലാത്തവരായി സ്വീകരിക്കുന്നവനാണ് തവ്വാബ്. ഖുർആനിൽ 10 തവണ ആവർത്തിക്കപ്പെട്ട അള്ളാഹുവിന്റെ നാമമാണത്. തെറ്റ് ചെയ്യുന്നവരെ വെറുക്കുന്നവനായല്ല ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അവരെ സ്നേഹിക്കുകയും അവർ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നവനുമായാണ്. തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണവൻ. ദുർവൃത്തികൾക്ക് അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. 42 അധ്യായം 25 വചനം എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. നിശ്ചയമായും പകൽ പാപം ചെയ്തവരുടെ പശ്ചാത്താപത്തിനായി രാത്രിയിൽ അള്ളാഹു തന്റെ കൈകൾ നീട്ടുന്നു. രാത്രിയിൽ പാപം ചെയ്തവരുടെ പശ്ചാത്താപത്തിനായി അവൻ തന്റെ കൈകൾ പകലിലും നീട്ടുന്നു. സൂര്യൻ പടിഞ്ഞാറുദിക്കും വരെ ഇത് തുടരും എന്ന അബൂ മൂസയിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്യുന്ന നബി വചനം പശ്ചാത്താപം എത്രത്തോളമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരിച്ചു ലഭിക്കുമ്പോൾ യജമാനനുണ്ടാവുന്നതിനേക്കാൾ അധികം സന്തോഷം ഒരു ദാസൻ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. തവ്വാബിനോടൊപ്പം റഹീം എന്ന അള്ളാഹുവിന്റെ നാമം കൂടി ചേർത്ത് പറഞ്ഞത് ശ്രദ്ധേയമാണ്. തവ്വാബ് എന്ന ദൈവനാമത്തോടൊപ്പം ഖുർആൻ സ്ഥിരമായി റഹീം എന്ന നാമം കൂടി പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിനെ തവ്വാബ് എന്ന് വിളിച്ച 10 തവണയിൽ 9 തവണയും റഹീം എന്ന നാമവും തവ്വാബിനോടൊപ്പം ഖുർആനിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. റഹീം എന്ന നാമത്തെക്കുറിച്ച് ഫാത്തിഹയുടെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെ കാരുണ്യമുണ്ട് എന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് റഹീം എന്ന നാമം. റഹീം ആയതുകൊണ്ടാണ് അള്ളാഹു തവ്വാബാകുന്നത്. റഹീമിന്റെ പ്രകാശനമാണ് തവ്വാബായിക്കൊണ്ട് അള്ളാഹു നിർവഹിക്കുന്നത് എന്ന് പറയാം.
പാപികൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്നവരല്ല, അവൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പശ്ചാത്താപം വഴി അവർ തന്റെ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എത്ര പാപം ചെയ്തവരാണെങ്കിലും അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയില്ല. കാരണം അവൻ റഹീമാണ്, തവ്വാബാണ്, ഗഫൂറാണ്, ഗഫാറാണ്, ഹലീമാണ്, അഫുവാണ്. അള്ളാഹുവിന്റെ ഈ നാമങ്ങളെല്ലാം പശ്ചാത്തപിക്കുന്ന പാപികളോടുള്ള അവന്റെ ഇഷ്ടത്തെ ദ്യോതിപ്പിക്കുന്നവയാണ്. എത്ര വലിയ പാതകം ചെയ്തവരാണെങ്കിലും പാപികൾ നിരാശപ്പെടേണ്ടവരല്ല എന്നാണ് ഖുർആനിന്റെ പാഠം. പറയുക, സ്വന്തത്തോട് അതിക്രമം കാണിച്ചുപോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കും, തീർച്ച അവനാണ്, അവൻ തന്നെയാണ് പൊറുക്കുന്നവനും കരുണാനിധിയും. 39-ാം അധ്യായം 53-ാം വചനം.